PT റഫീഖ് സ്മാരക പുരസ്കാരം സംവിധായകൻ സിബി മലയിൽ നിന്ന് നടൻ സുധീഷ് ഏറ്റുവാങ്ങി. നിലാവ് ട്രസ്റ്റ് സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി നാടകകൃത്ത് ജയപ്രകാശ് കൂളൂർ ഉദ്ഘാടനം ചെയ്തു. നിലാവ് ട്രസ്റ്റ് സംഘടിപ്പിച്ച PT റഫീഖ് അനുസ്മരണം നാടകകൃത്ത് ജയപ്രകാശ് കൂളൂർ ഉദ്ഘാടനം ചെയ്തു. PT റഫീഖ് സ്മാരക പുരസ്കാരം നടൻ സുധീഷിന് സംവിധായകൻ സിബി മലയിൽ സമ്മാനിച്ചു. കോഴിക്കോട് തനിക്ക് ഒരുപാട് സന്തോഷവും സങ്കടങ്ങളും നൽകിയിട്ടുണ്ടെന്ന് സിബി മലയിൽ പറഞ്ഞു. 22 വർഷം മുൻപ് മരിച്ച റഫീഖിനെ ഓർത്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ മുടങ്ങാതെ അനുസ്മരണം നടത്തുന്നത്. ഇതെല്ലാം നല്ല മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷ്യമായ ഒരു നഗരം കൂടിയാണ്. ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും എനിക്ക് തന്ന ഒരു നഗരം കൂടിയാണ്. സന്തോഷങ്ങൾ ഒരുപാടുണ്ട്, സങ്കടങ്ങൾ കുറച്ചാണെങ്കിൽ പോലും. എൻ്റെ ആദ്യത്തെ ദേശീയ പുരസ്കാരം എനിക്ക് ലഭിച്ച ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടം എന്ന സിനിമ ഞാൻ ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. പിന്നീട് രണ്ടാമതൊരു ദേശീയ പുരസ്കാരം കിട്ടിയ കാണാക്കനാവും ഞാൻ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. മോഹൻലാലിൻ്റെ ആദ്യത്തെ ദേശീയ അവാർഡ് കിട്ടിയ ഭാരതം ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. എൻ്റെ തന്നെ ഏറ്റവും മികച്ച സിനിമയെന്ന് ഞാൻ കരുതുന്ന സതയം ഷൂട്ട് ചെയ്തത് കോഴിക്കോടാണ്. അങ്ങനെ കോഴിക്കോട് പശ്ചാത്തലമാക്കി ഞാൻ 7-8 സിനിമകൾ കോഴിക്കോട് നഗരത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ നഗരം നൽകുന്ന ഒരു ഊർജ്ജമുണ്ട്. നമ്മളൊരു കലാസൃഷ്ടി സംഭവിക്കുമ്പോൾ, നമ്മളതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഊർജ്ജം തരുന്നത് ഈ ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് കലാകാരന്മാരെ ജന്മം നൽകിയ ഒരു നഗരമാണ്. ഷാജി കാളാണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു. പോൾ കല്ലാനോട്, ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, KK മൊയ്തീൻ കോയ, MA ഷഹനാസ്, ശിവദാസ് പൊയിൽക്കാവ്, നിശാന്ത് കൊടമന, അൻവർ കുയിമ്പൽ, അജി കിഴക്കേടത്ത് എന്നിവർ പ്രസംഗിച്ചു. നിലാവേ വാ ഗാനസന്ധ്യയും ഓസ്കാർ പുരുഷു നാടകവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ മുസ്ലിം തീർത്ഥാടന കേന്ദ്രമായ മടവൂർ CM മക്കാം ഉറൂസ് മുബാറക് ഏപ്രിൽ 13 മുതൽ 17 വരെ നടക്കും. വിവിധ ചടങ്ങുകളിൽ മത, വിദ്യാഭ്യാസ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. 17